ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓസ്ട്രേലിയയിലെ ജോബ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. അതായത് റീസെൻ്റ്ലി കുറേ പേര് ജൂലൈ ഇൻടേക്കിൽ വന്നിട്ടുണ്ട്. അവരുടേത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് കിട്ടുവാണ്, ചേച്ചി വന്നിട്ട് കുറച്ചായി, ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല, അത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ എന്ന്. ഇപ്പം എനിക്ക് എല്ലാവരോടും ഇങ്ങനെ ഇതേ റിപ്ലൈ കൊടുത്ത് മതിയായപ്പോൾ ഞാൻ ഓർത്ത് നോക്കി അതിനെപ്പറ്റിയാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഈ വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ എനിക്ക് 2 പോയിന്റ്സ് അതിനകത്ത് പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി പാർട്ട് ടൈം കിട്ടുന്നില്ല, എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു. ഞാൻ ഇതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് ടൈമിൻ്റെ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാത്തത്. കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അതിനെപ്പറ്റി ചിലപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. കാര്യം കുറേ പേര് ഇപ്പോൾ പാർട്ട് ടൈം നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ഒന്നുകൂടെ ആ സാധനം തന്നെ ഇട്ടിട്ട് എന്ത് കാര്യമുണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. അതുപോലെ എന്തായാലും കാണാം. ഞാൻ 100% പറയും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടും. കാര്യം അതിനകത്ത് ഞാൻ വോളണ്ടിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലാത്ത പുതിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, അത് പോയി കാണുക, വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും അത് കാണാം. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ടെലിഗ്രാമിൽ. അതിനകത്ത് ഇപ്പം തന്നെ ഒരു 1800 സ്റ്റുഡൻസിൻ്റെ അടുത്താവാറായി. അവരെല്ലാവരും ഒന്നെങ്കിൽ ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പഠിക്കുന്നതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം. അപ്പം നിങ്ങൾ അതിനകത്ത് ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണം. ചില സിറ്റുവേഷൻ ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സായിരിക്കും അവരും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സെയിം യൂണിവേഴ്സിറ്റി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ ഓൾറെഡി നാട്ടിൽ നിന്ന് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും കുറേ പേര് അക്കോമഡേഷൻ നോക്കുന്നവരുണ്ട്, ഷെയറിങ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റ് സെക്ഷനിലല്ല ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കുറേ സ്റ്റുഡൻസ് ഈ ഒരു ഇൻടേക്കിൽ വന്നിട്ടുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ കുറേ റിജക്ഷൻസ് ഒക്കെ വന്ന കാരണം ഫെബ്രുവരിയിലും അതിന് മുന്നത്തെ ഇൻടേക്കിലും സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറച്ച് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് വന്ന സ്റ്റുഡൻസിന് വരെ ജോലി കിട്ടി ഒന്ന് ഓക്കെ ആയി വരണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ജൂലൈ ഇൻടേക്കിൽ സ്റ്റുഡൻസ് വന്നു. അതായത് ഫെബ്രുവരി ഇൻടേക്കിൽ സ്റ്റുഡൻസ് ജസ്റ്റ് ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ടേ ഉള്ളവരല്ലേ. അപ്പോൾ ഒന്ന് ജോലി കിട്ടി ഒന്ന് ഓക്കെ ആയി സെറ്റിലായെന്ന് പോലും പറയാൻ പറ്റില്ല. അവരൊന്ന് ആ ഒരു ഷെഡ്യൂളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ജൂലൈ ഇൻടേക്കിൽ സ്റ്റുഡൻസ് വന്നൊരു സിറ്റുവേഷനാണ്. എനിക്കിതെങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫെബ്രുവരി ഇൻടേക്കിൽ വന്ന സ്റ്റുഡൻസിനെ അറിയാം, അതുപോലെ തന്നെ ജൂലൈ ഇൻടേക്കിൽ വന്ന സ്റ്റുഡൻസിനെ അറിയാം. അതിനകത്ത് കുറച്ച് പേരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് അല്ല. കാര്യം കുറച്ച് പേർക്ക് ഓൾറെഡി ആളുകളെ നന്നായിട്ട് അറിയാം, അതായത് ഫാമിലി സെറ്റിൽഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ജോലി ചിലപ്പോൾ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും, ചിലപ്പോൾ വന്ന 1 മാസത്തിനുള്ളിൽ കിട്ടും. അത് വേറൊരു സിനാരിയാണ്, അതിനെപ്പറ്റി നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളത് കണ്ടിട്ടില്ല. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ജോലികൾ കിട്ടുന്നത് റെഫറൻസ് വഴി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വഴിയാണ്. അത് പച്ചയായിട്ടുള്ള സത്യമാണ്. അത് എല്ലാവർക്കും അറിയില്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഏറ്റവും വലിയ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ മാർക്കോ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ ഇത്രയും അത് ചെയ്തു ഇത് ചെയ്തു അതിലൊന്നുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങും നിങ്ങളുടെ കോൺഫിഡൻസുമാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ഓർക്കുവാണ് നിങ്ങൾ ഈ ജൂലൈ ഇൻടേക്കിൽ വന്നു, എനിക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല എന്ന് ഓർക്കുവാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അത് പറയാനായിട്ടാണ് ഞാൻ മെയിനായിട്ടത്. കാര്യം കുറേ സ്റ്റുഡൻസ് ഉണ്ട് വന്നിട്ട് ജോലി കിട്ടാതെ. പിന്നെ നിങ്ങൾ വന്നിട്ട് ഇതിന് മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. എന്നോട് കുറച്ച് ഒരു മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചി ഞാൻ വന്നിട്ട് 2 ആഴ്ചയായി, എനിക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല. എൻ്റെ മക്കൾ 2 ആഴ്ച ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോഴേ ഇതിന് മാത്രം സ്ട്രെസ് അടിക്കണം. നിങ്ങൾ വന്നിട്ടുള്ളൂ, നിങ്ങൾ ആദ്യം ഈ ഒരു സ്ഥലമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടണം. അതോർത്ത് ഇപ്പോഴേ സ്ട്രെസ് അടിക്കേണ്ട. ഞാനൊക്കെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നണേ എൻ്റെ ഫസ്റ്റ് ജോലി എൻ്റെ 2 മാസം കഴിഞ്ഞ് 3 മാസം എപ്പോഴും കണ്ട കിട്ടി. അത് ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ സ്റ്റിൽ എനിക്കറിയാം ഫെബ്രുവരി ഇൻടേക്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് ആരെയും അറിയില്ലെങ്കിൽ അത് സമയം എടുക്കും. അത് നോർമലി ഉള്ള ഒരു സിറ്റുവേഷനാണ്. അതിനോടത്ത് നിങ്ങൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അറിയാം കുറച്ച് പേരെങ്കിൽ അത് വേറൊരു സിറ്റുവേഷൻ. അടുത്ത പോയിന്റിട്ട് കിടക്കുന്നതിന് മുന്നേ ഇൻ കേസ് നിങ്ങൾ ഒരു
സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് വരാനിരിക്കുകയാണ് അല്ലെങ്കിൽ വന്നു ഇപ്പോഴും ഒരു അക്കോമഡേഷൻ സെർച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ വഴി ഒരു ഓഫർ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ ഓഗസ്റ്റ് 15 വരെ എൻ്റെ സ്റ്റുഡൻറ്റ് ലിങ്ക്, അതായത് എൻ്റെ റെഫറൽ ലിങ്ക് വഴി കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു $50 ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ ഒരാൾക്ക്, അതായത് ഇത്രയും എൻ്റെ റെഫറൽ ലിങ്ക് വഴി ഉപയോഗിച്ച ഒരാൾക്ക് 1 മാസം ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ആംബറിൻ്റെ എല്ലാ വീട്ടിലും പറയുന്ന പോലെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും എന്നതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് ചേർന്ന് തന്നെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ റെഫറൽ ലിങ്ക് വഴി കയറി തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് $50 ഓഫ് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാസം ഫ്രീ സ്റ്റേ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അത് കളയാതെ ഇരിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെയാണ്, പണ്ടത്തെ സിറ്റുവേഷനാണ് ഓസ്ട്രേലിയയിൽ ഇപ്പം അല്ല, ഒരിക്കലും അല്ല. പണ്ട് 100 സ്റ്റുഡൻസ് വന്നായിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെ ഇരട്ടി 200 10,000 സ്റ്റുഡൻസാണ് തന്നെ. അപ്പോൾ കോമ്പറ്റീഷൻ അതനുസരിച്ച് കൂടി. അപ്പം അത്രയും പാടായിരിക്കും ജോലി കിട്ടുക. അന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ജോലി കിട്ടൂല എന്നാണോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണെന്നല്ലോ, ഒരിക്കലും അല്ല. പക്ഷേ ഫസ്റ്റ് ജോലി കിട്ടുന്നത് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പാടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാര്യം അതിപ്പോൾ നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയ എന്നല്ല, നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കുമല്ലോ, പുതിയൊരു കൾച്ചറായിട്ട് ഓക്കെ ആവാൻ സമയം എടുക്കുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടണമെങ്കിൽ സമയം എടുക്കുമല്ലോ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിട്ട് വരുമ്പോൾ സിറ്റുവേഷൻ. നമുക്ക് കുറച്ച് സമയം എടുക്കും, അത് നോർമലായിട്ടുള്ള സിറ്റുവേഷനാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ സ്ട്രെസ് അടിക്കരുത് എന്നാണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ നോക്കുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്നാ വോളണ്ടിയറിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇൻ കേസ് ആരെയും അറിയില്ലാത്തൊരു വ്യക്തിയാന്ന് ഓർത്ത് അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കണക്ഷൻസ് ഒക്കെ നമ്മളാണ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, ആളുകളായിട്ട് സംസാരിക്കുക. അത് കണക്ഷൻസ് മാത്രമല്ല, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് പിന്നീട് ഒരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടിയ കഴിഞ്ഞത്തിന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടും. ഇപ്പം നിങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങാണ്ട് ജോലിക്ക് ആദ്യം തന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടി, ചെന്നു, നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. കാര്യം നിങ്ങൾ ഇവിടുത്തെ നിങ്ങൾക്ക് ആ ഒരു പരിചയമില്ല. അപ്പം അതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് ശ്രമിക്കാമെന്ന് ഞാൻ പറയും. കാര്യം നിങ്ങൾക്ക് ജോലി കിട്ടുന്ന വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങളെ റെഡിയാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞു, ചേച്ചി കുറേ സ്ഥലത്ത് റെസ്യൂമേ കൊണ്ടേ കൊടുത്തു, പക്ഷെ അവിടെ എല്ലാം ഓൺലൈനാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലത്ത് ഓൺലൈനാണ്, ചില സ്ഥലത്ത് ഓഫ്ലൈൻ മാത്രമല്ല, നിങ്ങൾ നേരിട്ട് ചെന്നാൽ മാത്രമേ എടുക്കുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെ അറിയുന്ന ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? സിമ്പിളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ സെൻസ് ഞാൻ പറയുള്ള ഒരു ബേസിക് സെൻസ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ മെക്ഡൊണാൾഡ്സോ KFCയോ ഹംഗ്രി ജാക്സ് ഒക്കെയാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. വേണമെന്ന് പറയാമെന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പ്രൊസീജിയേഴ്സും ചെയ്യുന്ന ഓൺലൈനാണ്. നിങ്ങൾ റെസ്യൂം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ വളരെ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാൻ നിർത്താൻ അവിടെ ഇന്ത്യൻസ് ആണ് അതിൻ്റെ കോർപ്പറേറ്റിലുള്ള ആളുകൾ, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ. കാര്യം ചിലത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എടുത്ത് നടത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സബ്വേ ഒക്കെ ആണെങ്കിലും അവിടെ ചിലപ്പോൾ ഇന്ത്യൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരാൻ നിർത്താണെങ്കിൽ ചിലപ്പോൾ നേരിട്ട് റെസ്യൂം കൊണ്ട് കൊടുത്താൽ എടുക്കും. അപ്പം നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമെ കൊണ്ടേ കൊടുത്താലേ എടുക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കടകൾ, ചെറിയ ഇപ്പോൾ ഇറ്റാലിയൻ ആയിക്കോട്ടെ, ഇന്ത്യൻസ് ആയിക്കോട്ടെ, ഏഷ്യൻസ് ഏതാണെങ്കിലും കുഞ്ഞു കടകളുണ്ടാവും. അവർക്കൊന്നും ഓൺലൈൻ വെബ്സൈറ്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ നേരിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ 2-3 ദിവസം പോയിട്ട് ഒരു സ്ഥലത്ത് കൊടുത്തില്ല എന്ന് വെച്ച് നിർത്തരുത്. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയ സ്റ്റോഴ്സ് ആണെങ്കിൽ അവർക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ഇല്ല. അവിടെയൊക്കെ നിങ്ങൾ റെസ്യൂം നേരിട്ട് കൊണ്ടേ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് റെസ്യൂം കൊടുക്കാൻ നേരത്ത് അവിടെയുള്ള സ്റ്റാഫിന് കൊടുക്കരുത്. ഞാൻ കുറേ പ്രാവശ്യം പറയുന്നത്, നിങ്ങൾ സ്റ്റാഫിന് കൊടുത്തിട്ട് എന്ത് കാര്യമുണ്ട്? അവർ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളൊരു കോമ്പറ്റീഷനാണ്. ഒരു കാര്യമില്ല. അവർ കൊടുക്കും, അയ്യോ ഈ പെണ്ണ് കയറി കഴിഞ്ഞാൽ എൻ്റെ ഷിഫ്റ്റ് കുറയുമെന്ന്. അപ്പോൾ അവിടെ നേരിട്ട് കണ്ട് മാനേജേഴ്സിനോട് സംസാരിക്കുന്നതുകൊണ്ട് മാനേജേഴ്സിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. മാനേജേഴ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ മാത്രം അല്ലാണ്ട് റെസ്യൂമേ കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇമെയിൽ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോഴ്സിൻ്റെ ID ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാം. പിന്നെ ചില സിറ്റുവേഷനിൽ ഇവർ കുഞ്ഞു കടയുടെ ഫ്രണ്ടിലൊക്കെ നമ്മളിങ്ങനെ ഹയറിംഗ് എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ കയറി എന്തായാലും റെസ്യൂമേ ഡ്രോപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കണ്ടുവരുന്ന വളരെ നോർമലായിട്ടുള്ളൊരു സംഭവമാണ് ഈ പിള്ളേരെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ പണി എടുപ്പിച്ചിട്ട് വിടുക. ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് പിള്ളേർ 2-3 ദിവസം പോവും. പിള്ളേരൊന്നും അതിനെപ്പറ്റി അപ്ഡേറ്റ് എങ്ങനെയാണ് എന്നൊന്നും ചോദിക്കത്തില്ല. എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ്, പൈസ എങ്ങനെയാണ്, TFN ആണോ, അങ്ങനെ ഒന്നും ചോദിക്കില്ല. ഇവരെടുക്കുമ്പോൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് പണി എടുത്ത് കൊടുക്കും. 2-3 ദിവസം ട്രെയിനിങ് എന്ന് വിളിക്കും.
എന്നിട്ട് അവർ പണി എടുപ്പിച്ചിട്ട് ഒറ്റ പൈസ കൊടുക്കാതെ വിടും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ട്രെയിനിങ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോകണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയണില്ല. പക്ഷേ അതിന് പിന്നിലുള്ള കാര്യം എങ്ങനെയാണ് നമ്മുടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ഇങ്ങനെ പിള്ളേരെ എടുത്ത് ഫ്രീ ആയിട്ട് പണിയെടുത്തിട്ട് വിടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അത് ഭയങ്കര നോർമലായിട്ട് വന്നിരിക്കുന്ന സിറ്റുവേഷൻ. ഇവിടുത്തെ ആളുകൾ അങ്ങനെ ചെയ്യില്ല. കാര്യം അവർക്കറിയാം നിയമം ഇങ്ങനെയാണ്. പക്ഷേ പുറത്ത് നാടുകളിൽ നിന്ന് ഇവിടെ വന്ന് ഷോപ്സ് ഒക്കെ ഇട്ടുന്ന ആളുകൾ കുറേ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറേ സ്റ്റുഡൻസിന് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞു തുടങ്ങി വേറെ സ്ഥലത്ത് എത്തിയ സിറ്റുവേഷനായി. കാര്യം എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അങ്ങനെ വലിയ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോവാം. നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ നിർത്തരുത്. ഇവിടെ ഒരിക്കലും ഞാൻ പറയില്ല ജോലി ഒരിക്കലും കിട്ടില്ല എന്ന്. ജോലി കിട്ടും, പക്ഷെ സമയം എടുക്കും എന്നാണ് പറയുന്നത്. കാര്യം എവിടെ ആയിക്കോട്ടെ ഫസ്റ്റ് ജോലി പാടാണ്. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും പാടാം. ഇന്ന് കുറച്ചുകൂടി പാടാണ്. കാര്യം അന്നത്തെ സിറ്റുവേഷൻ അല്ല, ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇപ്പം ഫെബ്രുവരിയിൽ ഇൻടേക്കിലാണെങ്കിലും ജോലി കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അവർക്കൊക്കെ ഒന്ന് കിട്ടി വന്നപ്പോഴത്തേക്കും ജൂലൈ ഇൻടേക്കിലാണെങ്കിൽ അത്യാവശ്യം കുറേ സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പാടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് ആരെങ്കിലും അറിയില്ലാത്ത സിറ്റുവേഷൻ, നിങ്ങൾ നല്ല റെസ്യൂമി ഉണ്ടാക്കുക, പല റെസ്യൂമി ഉണ്ടാക്കുക. പിന്നെ പാർട്ട് ടൈം ജോലിയുടെ ഫുൾ ഡീറ്റെയിൽസ്, എങ്ങനെ പാർട്ട് ടൈം ജോലി കിട്ടാം, നിങ്ങൾ മാക്സിമം എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറൊരു പാർട്ട് ടൈമിനെ പറ്റി വീഡിയോ ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടാണ് എങ്ങനെയാണ് അറിയുന്നത് നിങ്ങളുടെ സ്ഥലത്ത് ജോലി ഉണ്ടോ എന്നൊക്കെയാണെങ്കിൽ, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ ഇന്നാൾ കണ്ടു, ഞാൻ ഇന്ത്യൻസ് ഇൻ മെൽബൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലുണ്ട്. ഫേസ്ബുക്കിൽ അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെർത്തിലാണെങ്കിൽ ഇന്ത്യൻസ് ഇൻ പെർത്ത്, ഇന്ത്യൻസ് ഇൻ തസ്മാനിയ, അങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലൊക്കെ കയറാൻ നോക്കുക. അങ്ങനെ കയറാൻ നേരത്ത് അവർ കുറേ ജോലിക്ക് ആപ്ലിക്കേഷൻസ് ഇടും. ആപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് ഇങ്ങനെ ജോലി അവൈലബിൾ ആണെന്ന് കുറേ പോസ്റ്റ് വരും. പോസ്റ്റ് ഇടണ മാത്രം നമ്മൾ കാണുള്ളൂ. അത് അപ്പം തന്നെ പോകും. കാര്യം അത്രയും കോമ്പറ്റീഷൻ ഇപ്പോൾ ഉള്ളതെന്നർത്ഥം. കാര്യം ഇങ്ങനത്തെ ജോലികൾക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ആരാണോ ആദ്യം കണ്ട്, ആരാണോ അപ്ലൈ ചെയ്ത് ആരും കിട്ടുന്നത്, അങ്ങനെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ പോസ്റ്റ് ഇടണ മാത്രമേ കാണുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പോസ്റ്റ് റിമൂവ്ഡാണ്. കാര്യം ആളെ കിട്ടി എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പം അത്രയും കോമ്പറ്റീറ്റീവ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇതൊന്നും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും, നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ വരുന്നു, 2 ആഴ്ചക്കുള്ളിൽ ജോലി കിട്ടുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു, ലോൺ അടിച്ചു, അതൊക്കെയാണെങ്കിൽ അങ്ങനെ അധികം എക്സ്പെക്റ്റേഷൻസ് വെക്കേണ്ട. അധികം എക്സ്പെക്റ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. അങ്ങനെ നടക്കത്തില്ല എന്നല്ല, നടക്കുന്നവരുണ്ട്. പക്ഷെ കുറേയൊക്കെ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ അറിയാവുന്ന ആളുകളും പിന്നെ കുറേയൊക്കെ ലക്കും കുറേ അതൊക്കെയാണ്. അപ്പം നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നമുക്ക് കിട്ടും, പക്ഷെ കുറച്ച് സമയം എടുക്കും എന്നുള്ള റിയാലിറ്റി നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ എടുത്തെടുത്ത് പറയാതെ നിങ്ങൾ ഒരാളോ അല്ലെങ്കിൽ 2 ആൾക്കോ ഉള്ള സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ ഈ ജൂലൈ ഇൻടേക്കിൽ വന്നത് 90% സ്റ്റുഡൻസിനുള്ള 10% സ്റ്റുഡൻസിന് കിട്ടണോ. ആ 10% എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ അറിയാവുന്ന ആളുകളുള്ളവരായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്. അപ്പം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോഴും ജൂലൈ ഇൻടേക്കിൽ വന്നിട്ട് ജോലി കിട്ടാതിരിക്കണ ഒരു വ്യക്തിയാണെങ്കിൽ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. ജൂലൈ ഇൻടേക്ക് ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കുറേ സ്റ്റുഡൻസ് ഉണ്ട്. 90% ആളുകൾ ഇപ്പോഴും ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോർമലാണ് എന്ന് റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. കോമ്പറ്റീറ്റീവ് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പണ്ടത്തെ സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്ക് ആരെയും അറിയില്ലെങ്കിൽ ജോലി കിട്ടാൻ ഇച്ചിരി പാടാണ്. ആ റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്നാ, ജോലി കിട്ടിക്കോളും. ഫസ്റ്റ് ജോലി കിട്ടാൻ എപ്പോഴും പാടാണ്, പക്ഷേ ഇമ്പോസിബിൾ അല്ല, എന്തായാലും കിട്ടും. പിന്നെ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എല്ലാ വീഡിയോയിലും അവസാനം 2-3 ദിവസമായിട്ട് എല്ലാ വീഡിയോയിലും അവസാനം പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ചാനൽ 10K ഹിറ്റ് ചെയ്യാറായിട്ട് നിൽക്കുവാണ്. അങ്ങോട്ട് ഹിറ്റ് ചെയ്യിച്ചൂടെ, എന്താ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കണം. എനിക്കൊരു 300 സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇപ്പോൾ 10K ആവും. അപ്പോൾ വേറെ എന്നാ, 10K ഹിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.